അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് തറ ഫെവിക്കോളൊക്കെ ഒട്ടിയ തറ എങ്ങനെ ക്ലീനാക്കാം, അതുപോലെ ഇസ്തിരിപ്പെട്ടിയിൽ തുണിയൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള ആ കറ എങ്ങനെ നീക്കാം, പിന്നെ വെളുത്തുള്ളി എത്ര പെട്ടെന്ന് തൊലിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫ്ലോറിൽ ഫെവിക്കോളൊക്കെ ഒട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് വിനാഗിരിയാണ് അല്ലെങ്കിൽ സുർക്കയാണ്. അത് അല്പം അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് വെക്കുക. ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ അത് തന്നെത്താനെ തന്നെ ഇങ്ങനെ അടർന്ന് വരുന്നതായിട്ട് കാണാം. ഇത് ഒത്തിരി ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഫർണിഷിങ് ടൈമിലായതാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് ഓർമ്മ വന്നത് വീഡിയോ എടുത്താൽ എന്താ, എല്ലാവർക്കെങ്കിലും യൂസ് ആവുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ. അങ്ങനെ നമ്മൾ ഇത് തേച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, ചിലപ്പോൾ ഉണങ്ങും. അപ്പോൾ അല്പം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വിനാഗിരിക്ക് വില കുറവാണല്ലോ. എന്നിട്ട് ഒരു മരത്തിൻ്റെ സ്പൂണ് കൊണ്ട് പതുക്കെ ഇങ്ങനെ ചുരണ്ടിയാൽ കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്, കറുത്ത കണ്ടില്ല. ഇതൊക്കെ ഫെവിക്കോളാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചുരണ്ടി എടുത്തിട്ട് നല്ല ക്ലീനായ ഫ്ലോറാക്കി മാറ്റാം. അല്ലെങ്കിൽ വെളുത്ത ഫ്ലോറൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. എത്ര തുടച്ചാലും അത് വൃത്തിയായിട്ട് നമുക്ക് വരുന്നവർ വിചാരിക്കും ഇവർ തുടക്കലൊന്നും ഇല്ലേ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് ഈ സുർക്ക കൊണ്ട് പറ്റും. അപ്പം ഇങ്ങനെ ആരുടെയെങ്കിലും ഫ്ലോറിലൊക്കെ ഫെവിക്കോളോ മറ്റോ ഒട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ നല്ല ക്ലീൻ വെളുത്ത ഫ്ലോറായിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്ലോറ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ആരും പേടിക്കേണ്ട. ഫെവിക്കോളൊക്കെ പെട്ടെന്ന് ഈ സുർക്ക വഴി നമുക്ക് ക്ലീനാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ എല്ലാവരും. ചിലപ്പോഴൊക്കെ വെളുത്തുള്ളി ഭയങ്കര കട്ടിയായിരിക്കും. എത്ര കൈകൊണ്ടും കത്തി കൊണ്ടും ഒക്കെ ആക്കിയാലൊന്നും ഇതൊന്നും അടർന്ന് വരികയൊന്നും ചെയ്യില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ചപ്പാത്തിക്കല്ല് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ചൂട് വേണ്ട, ഇത്തിരി ഒരു സിമ്മിലിട്ടിട്ട് അങ്ങനെ ചൂടാക്കുക. അതോടൊപ്പം നമ്മുടെ ഈ വെളുത്തുള്ളിയുടെ തുടം അതിൽ വെച്ച് മറിച്ചെടുത്ത് ചൂടാക്കുക. അടിഭാഗവും മേൽഭാഗവും എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം ഒരു കൈ മതി, അതുകൊണ്ട് പതുക്കെ കൈ കൊണ്ട് ഒന്ന് അമർത്തുമ്പോഴത്തേക്ക് അത് പൊളിഞ്ഞു വരും. അതോടൊപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിലെ നമ്മുടെ വെളുത്തുള്ളിയുടെ അല്ലിയുടെ തോല് വരെ ഇളകി കാണും. കണ്ടില്ലേ, ഇളകിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ തൊലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ചൂടാക്കേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ തൊലിച്ചെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, തോലൊക്കെ തന്നെ അടർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ആവശ്യത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും ഇങ്ങനെ ഒന്ന് വെളുത്തുള്ളി ചൂടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മിക്കവർക്കും ഉള്ള പ്രശ്നമാണ് നമ്മുടെ അയൺ ബോക്സിൽ പറ്റിപ്പിടിച്ച പ്രിൻ്റ് അല്ലെങ്കിൽ തുണിയൊക്കെ, ചില തുണിയൊക്കെ അറിയാതെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ കറയായി കിടക്കുന്നുണ്ടാവും. അത് മാറ്റാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഉപ്പുപൊടിയാണ് യൂസ് ചെയ്യേണ്ടത്. ഉപ്പുപൊടി നന്നായിട്ട് ആ തുണിയിലോട്ട് അങ്ങോട്ട് പരത്തിയിട്ട് ഇസ്തിരി ബോക്സ് അല്ലെങ്കിൽ അയൺ ബോക്സ് ചൂടാക്കിയിട്ട് മുന്നോട്ടും പുറകോട്ടും ഒക്കെ അങ്ങനെ അയൺ ചെയ്യണ പോലെ തന്നെ ആക്കുക. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ച ആ കറുപ്പ് കളറും ചുവപ്പോ എന്താ വെച്ചാലും ആ ഉപ്പുപൊടിയിലേക്ക് വീഴുന്നതും അതുപോലെ നമ്മുടെ ഇസ്തിരി പെട്ടിയത്തെ ഇളകി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നന്നായി ചൂടാക്കിയിട്ട് വേണം ചെയ്യാൻ, വെള്ളമൊന്നും പാടില്ല. അപ്പോൾ ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും ആക്കിയിട്ട് അത് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. തീരെ പോകാത്ത ചിലതൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കുറച്ച് സുർക്ക ഇങ്ങനെ കോട്ടണിലാക്കിയിട്ട് തേച്ചിട്ട് ഒന്നും കൂടി അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഉപ്പിൽ തന്നെ ഇങ്ങനെ തേച്ച് കൊണ്ട് ഇരിക്കുക. അപ്പോൾ അത് മൊത്തത്തിൽ ഇളകിയിട്ട് നമ്മുടെ അയൺ ബോക്സ് നല്ല സുന്ദരിയായിട്ടുള്ളൊരു അയൺ ബോക്സ് ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. പിന്നെ ഈ കുഴിയിലുള്ളൊക്കെയുള്ള ഇങ്ങനെ കോട്ടൺ കൊണ്ട് തന്നെ വിനീഗർ അല്ലെങ്കിൽ സുർക്കയിൽ മുക്കിയിട്ട് നമുക്ക് തുടച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു, അതും ഞാനിങ്ങനെ തന്നെ ക്ലീനാക്കി എടുത്തതാണ്. ഈ ഉപ്പുപൊടിയിൽ കണ്ടില്ല ബ്ലാക്ക്, അത് ഇതിൽ ഉണ്ടായിരുന്ന ആ പശയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബോക്സ്
സുന്ദരിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണം, മറക്കരുത്. അപ്പോൾ ഇന്നത്തെ 3 ടിപ്സും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്സായും കമൻസായും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.